നമ്മുടെ സ്പീക്കിങ്ങിലെ റോൾ പ്ലേ കാർഡുകളിൽ ചില ടാസ്കുകൾക്ക് നല്ല വലിപ്പം ഉണ്ടായിരിക്കും. ഈ വലിപ്പം ഉള്ളതെന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഒറ്റ ടാസ്കിൽ തന്നെ മൾട്ടിപ്പിൾ പോയിന്റ്സ് കാണും. അതായത് ഒരു പോയിന്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അതിനടുത്ത സെൻറ്റൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ നമ്മൾ പൊതുവെ ശീലിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഓരോ എക്സ്പ്ലനേഷന് ശേഷവും ഫോളോ അപ്പ് ചോദിക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഒരു കാര്യം പറഞ്ഞു കൊടുത്തു, ആ പറഞ്ഞു കൊടുത്ത കാര്യം പേഷ്യൻറ്റിന് മനസ്സിലായോ? ദാറ്റ് ഈസ് ഫസ്റ്റ് ഫോളോ അപ്പ്. അടുത്തതാണ് താങ്കൾക്ക് മറ്റെന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഓരോ എക്സ്പ്ലനേഷന് ശേഷവും ഈ ഒരു ഫോളോ അപ്പ് ചോദിച്ചാൽ ചെറിയൊരു റിസ്ക് എലമെൻറ്റ് അതിൻ്റെ അകത്തുണ്ട്. ഈ ഫസ്റ്റ് ഫോളോ അപ്പ് ചോദിക്കുന്നതിന് കുഴപ്പമില്ല, നമ്മുടെ ആം ഐ ക്ലിയർ ടു ആർ ഏബിൾ ടു ഫോളോ മൈ വേർഡ്സ് മുതലായവ അത് ചോദിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഈ ഡു യു ഹാവ് എനി അതർ കൺസേൺ എന്നുള്ള സാധനം ചോദിക്കുമ്പോൾ ഒബ്വിയസ്ലി ഇൻ്റർലോക്യൂട്ടർ അദ്ദേഹത്തിൻ്റെ അടുത്ത കൺസേൺ പറയും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്ന കൺസേണിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഉത്തരം നമ്മുടെ അടുത്ത ടാസ്ക് ആയിരിക്കും. അപ്പോൾ ഇൻ്റർലോക്യൂട്ടർ ഒരു ചോദ്യം ചോദിക്കുകയാണ് എങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്ത് ആ ഡൗട്ട് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. അത് നമ്മൾ ചെയ്തേ പറ്റൂ. ഇവിടെ എന്താണ് സംഭവിച്ചത്? പ്രീവിയസ് ടാസ്കിലുള്ള 2-3 പോയിന്റ് ചിലപ്പോൾ അവിടെ നമ്മൾ തൊടാണ്ട് അവിടെ വെച്ചേക്കുമായിരിക്കും, അതവിടെ ബാലൻസ് കിടക്കുമായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു വലിയൊരു ടാസ്ക് നമ്മൾ കാണുവാണെങ്കിൽ നമുക്കവിടെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം 2 ഫോളോ അപ്പും കൂടെ അവിടെ ഒരുമിച്ച് ചോദിക്കേണ്ട. ദാറ്റ് ഈസ് ഒരു ഫസ്റ്റ് സെൻറ്റൻസ് അവിടെയുണ്ട്, നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടിയിരിക്കുന്നു. എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ആം ഐ ക്ലിയർ ടു യു എന്നുള്ള കാര്യം ചോദിക്കാം. അപ്പോൾ ഇങ്ങനെ വലിയൊരു ടാസ്ക് ആണ് നമുക്ക് അവിടെ ഹാൻഡിൽ ചെയ്യാനുള്ളത് എങ്കിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ പറഞ്ഞു തരാൻ പോകുന്നത്. ദാറ്റ് ഈസ് നമ്മുടെ ഫസ്റ്റ് ഫോളോ അപ്പ് ചോദിക്കാം. എന്താണ് ആം ഐ ക്ലിയർ ടു, ആർ യു ഏബിൾ ടു ഫോളോ മൈ വേർഡ്സ്, അതൊക്കെ. ഈ ഡു യു ഹാവ് എനി കൺസേൺ എന്നുള്ളത് ആദ്യമേ ചോദിക്കേണ്ട, അതൊന്ന് മാറ്റി വെച്ചേക്കാം. സപ്പോസ് ഒരു 3 പോയിൻ്റ് ഉള്ള വലിയൊരു ടാസ്ക് ആണ് എന്ന് വെക്കുക. ആദ്യത്തെ പോയിന്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ചോദിക്കുക ആം ഐ ക്ലിയർ ടു യു. തുടർന്ന് രണ്ടാമത്തെ പോയിന്റിലേക്ക് നേരെ പോവുക. അത് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷവും ആർ യു ഏബിൾ ടു ഫോളോ മൈ വേർഡ്സ് ചോദിക്കുക. അങ്ങനെ ആ ഒരു ടാസ്കിലുള്ള എല്ലാ പോയിന്റും അവസാനിച്ചതിന് ശേഷം മാത്രം ഡു യു ഹാവ് എനി അതർ കൺസേൺ എന്നുള്ള ചോദ്യം ചോദിക്കുക. അപ്പോൾ കറക്റ്റ് ആ ഒരു ഓർഡറിൽ തന്നെ അദ്ദേഹം, അതായത് ഇൻ്റർലോക്യൂട്ടർ അദ്ദേഹത്തിൻ്റെ അടുത്ത കൺസേൺ പറയും, തൊട്ടടുത്ത് തന്നെ നമുക്ക് അതിനുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഉത്തരവും കാണും. അപ്പോൾ ആ ഓർഡർ മാച്ച് ചെയ്ത് തന്നെ നമ്മുടെ റോൾ പ്ലേ കാർഡ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇത് ചില കാർഡുകളിൽ ഈ മിച്ചം വന്ന, ഈ ബാലൻസ് വന്ന പോയിന്റ്സ് നമുക്ക് വേറെ എവിടെയെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇത് എല്ലാ കാർഡിലും സാധ്യമാകണമെന്ന് ഒരുറപ്പുമില്ല. ആ പോയിന്റ്സിൻ്റെ റെലവൻറ്റ് ആ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ മാത്രമായിരിക്കും ചില കാർഡുകളിൽ ഉള്ളത്. അപ്പോൾ പിന്നീട് അത് എവിടെയെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്കത് ചിലപ്പോൾ ആപ്റ്റായിട്ട് പറ്റിയെന്ന് വരത്തില്ല. സോ ഇറ്റ് ഈസ് ബെറ്റർ ദാറ്റ് വി skip the follow-up, that is skip the second follow-up for large tasks. So I hope this video was useful for you guys, and follow Teachers Academy on all the socials for more OET related videos. ഉറപ്പാണ് വിജയം.